എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് എനിക്കൊരു വെറൈറ്റി സാധനം കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, നമുക്ക് ഇച്ചിരി പതക്കറൽ കിട്ടിയായിരുന്നു. അതൊന്ന് വെക്കാമെന്ന് വിചാരിച്ച്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ചെറിയൊരു പീസായിരുന്നു. അതിനെ ഒരു 4-5 പീസാക്കി നമ്മൾ കട്ട് ചെയ്ത് അതിനകത്ത് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മളതിനെ ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം വീണ്ടും അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് 2 വിസിലും കൂടെ ഒന്ന് കുക്കറിനകത്ത് വീണ്ടും കേൾപ്പിക്കണം കേട്ടോ. എന്നാലേ നല്ലതായിട്ട് വെന്ത് വരത്തുള്ളൂ. അന്നേരം ഞാനാണെങ്കിൽ അതെല്ലാം ചെയ്തിങ്ങനെ കട്ട് ചെയ്തൊക്കെ മാറ്റിയൊക്കെ വെച്ച് അതിനെ ഒന്ന് വിസിൽ ചെയ്യിപ്പിച്ച് കേട്ടോ. അതിന് ശേഷം നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ചതിന് ശേഷം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചേർത്തൊന്ന് ഇളക്കിയെടുത്ത് വഴറ്റിയെടുത്തതിനകത്തോട്ട് ഒരു ചെറിയൊരു സവാളയും കുറച്ച് ചുമന്നുള്ളിയും കൂടെ ചേർത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നതിനെ ഒന്ന് വഴറ്റിയെടുത്ത് അതിനകത്തോട്ട് ഒരു 4-5 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്ത് ഇച്ചിരി കുരുമുളകൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് അതിനകത്ത് ഇച്ചിരി ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തേ. അതിന് ശേഷം നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ വേവിച്ച് വെച്ചേക്കുന്ന ഈ പതക്കറലിൻ്റെ കഷ്ണങ്ങൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അത് ഇളക്കി കൊടുത്തപ്പോൾ ഒരു വെളുത്തിരിക്കുന്നത് കാരണം ഒരു 1/4 സ്പൂൺ എന്ന് പറയുന്നതിനെക്കാട്ടി ഒരു ഇച്ചിരിയും കൂടെ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മണം കേൾക്കുമ്പം തന്നെ നമുക്കതെങ്കിൽ കഴിക്കാൻ തോന്നും. പക്ഷേ ഞാൻ കഴിക്കാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ. അതിനകത്തോട്ട് ശകലം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത് അതിനകത്ത് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മുടെ പതക്കറിനെ സെറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അജയനും കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്